കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി വാർഡിൽ പൊതുസമ്മതനെ കണ്ടെത്താനാവാത്ത കോൺഗ്രസ് ഇതോടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാളക്കണ്ടി ബൈജുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. വിനുവിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇതിനിടെ വിനുവിന്റെ സ്ഥാനാർത്ഥിത്തിൽ ജാഗ്രത കാട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കൗൺസിലർ രാജേഷിന്റെ രാജി DCC എഴുതി വാങ്ങി. ഏതാനും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ കല്ലായി ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. കല്ലായി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നു വിനുവിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം ഇല്ലേ? എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്? ഒരു പൊതുസമ്മതനായ ആളെ വീണ്ടും പാർട്ടി തെരഞ്ഞില്ലേ? അല്ലല്ല, ഞങ്ങൾ വിനുവിനെ ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥി അവരോധിച്ചത് അദ്ദേഹത്തിന്റെ താരപരിവേഷം മാത്രമല്ല, ഈ നഗരസഭയ്ക്കെതിരെ UDFനെ പോലെ തന്നെ നഗരത്തിലെ പൊതുസമൂഹത്തിനും അമർഷമുണ്ട്, എതിർപ്പുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു വിനുവിനെ അവതരിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം മത്സരരംഗത്തില്ലെങ്കിലും മത്സരരംഗത്തുള്ള വിനുവിനേക്കാൾ ശക്തനായി മത്സരരംഗില്ലാത്ത വിനുവും ജോയി മാത്യുവിനെപ്പോലുള്ള കോൺഗ്രസ് നടന്മാരും ഈ പോരാട്ടത്തിൽ പൊതുസമൂഹത്തെ പ്രതികരിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ കാളകണ്ടി അവിടെ നല്ല പരിചിതനായ ആളാണ് അല്ലേ? കാളക്കണ്ടി ബൈജു ഒരുപക്ഷെ ഈ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ജയിക്കുന്ന കൗൺസിലറായിരിക്കും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, പൊതുസമൂഹത്തിൽ സുപരിതൻ എന്ന് മാത്രമല്ല ഒരു സാധാരണക്കാരൻ. ഈ വിനുവിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു പെശകുണ്ടായിട്ടുണ്ട്. വിനുവിന്റെ കാര്യത്തിൽ പാർട്ടിക്കല്ല പെശകുണ്ടായത്, ഇലക്ഷൻ കമ്മീഷനാണ്. അവിടെ വോട്ട് ഉദ്യോഗസ്ഥന്മാരൊന്നും വോട്ട് ചേർത്തില്ല. പിന്നെ വിനുവിന് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ച കാര്യത്തിൽ പാർട്ടിക്ക് ആ കാര്യത്തിൽ വീഴ്ചയുണ്ടോ എന്നുള്ളത് പാർട്ടിക്ക് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. ഏതായാലും അതിലൊരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് ഏത് ഭാഗത്ത് നിന്ന് പരിശോധിക്കുകയാണ്. ഏതായാലും ഗൗരവമായി പാർട്ടി പരിശോധിക്കുകയാണ്. ഈ രാജേഷിനൊരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം കൗൺസിലറാണ്? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അതിൽ ഉണ്ടായ സൂക്ഷ്മതക്കുറവിന് കാരണക്കാർക്കെതിരെ അത് വളരെ ഗൗരവമായ നിലപാടുകൾ മാത്രമാകും. അദ്ദേഹം താങ്കൾക്കൊരു കത്ത് നൽകിയെന്ന് പറയാം. ഞാനത് പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞേക്കാം, അതിനകത്തുണ്ടായ സൂക്ഷ്മതക്കുറവ് ഗൗരവത്തോടു കൂടിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കാണുന്നത്. ഈ മറ്റൊന്ന് ചർച്ച ചെയ്ത് വരുന്ന ഈ വെൽഫെയർ പാർട്ടിയായുള്ള ബന്ധമാണ്. കഴിഞ്ഞ വർഷം പലയിടങ്ങളിലും സഹകരിച്ചിരുന്നു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും നേരിട്ട് പറഞ്ഞോ പറയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള സഹായം? ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഈ ജില്ലയിൽ UDFന്റെ ഘടകകക്ഷികൾക്ക് അപ്പുറത്തായി, UDFന്റെ അസോസിയേറ്റ് അംഗങ്ങൾക്ക് അപ്പുറത്തായി ആരുമായും കോൺഗ്രസിന് UDFന് ബന്ധമില്ല. അല്ല, ഈ നേരിട്ടല്ലാതെ പ്രാദേശിക തലത്തിലെ പ്രവർത്തകർ നേരിട്ടോ അല്ലാതെയോ ഇല്ല. ഈ വെൽഫെയർ കൊള്ളില്ല എന്ന ഒന്നുമല്ല. ഞങ്ങളൊരു തീരുമാനമെടുത്തു. വെൽഫെയർ കൊള്ളില്ല എന്ന മോശമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളൊരു തീരുമാനമെടുത്തു. UDF ഘടകകക്ഷികളും അസോസിയേറ്റുകളുമായി മതി ബന്ധം. അതുകൊണ്ട് മാത്രമേ. ഈ അയ്യൂബിനെ പോലുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ പാർട്ടിക്ക് പുറത്ത് പോയല്ലോ അല്ലേ? അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ര അത് അയ്യൂനെ പുറത്താക്കിയ പാർട്ടി അവർ വിമതരായിട്ട് പുറത്താക്കിയത് അതൊന്നും ബാധിക്കില്ല. ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവം ബാധിക്കുന്നത് മാത്രം. നിങ്ങൾ നോക്കിക്കോളൂ, മറ്റന്നാൾ മുതൽ അതിശക്തമായ പ്രചരണവുമായി UDF നഗരസഭ വരവുകയാണ്. ഇത്തവണ നഗരസഭ പിടിച്ചേ ഞങ്ങൾ ഇട്ടു. എന്തായാലും ഇതുവരെയുള്ള ഘടകങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. വലിയ വിജയം തന്നെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒപ്പം വിനുവിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച പരിശോധനയിൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്നും K. പ്രവീൺകുമാർ പറയുന്നു.